ആൻഡ്രോയിഡ് ഫോണുകൾ എടുത്താൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ലാഗ് ആവും, ഹാങ് ആവും, അതേപോലെ തന്നെ ക്യാമറയുടെ ക്വാളിറ്റി പോകും, പെർഫോമൻസ് മൊത്തത്തിൽ വലിയ ഗുണമില്ല. ആൻഡ്രോയിഡ് ഐഫോൺ ആണെങ്കിൽ അടിപൊളിയാണ്. 5-6 വർഷമൊക്കെ ഉപയോഗിച്ചാലും ഒരു വിഷയമില്ല, സ്മൂത്ത് സംഭവമായിരിക്കും, അടിപൊളി സെറ്റപ്പ്. ഇങ്ങനെയുള്ള കമന്റുകൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ നിങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് ഈ ഐഫോണിന് മാത്രം ഇത്ര നല്ല ഒരു സെറ്റപ്പ്, ആൻഡ്രോയിഡ് എന്തുകൊണ്ടാണ് മോശമാവുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 5 കാര്യങ്ങളാണ് ആൻഡ്രോയിഡിലെ പല ഫോണുകളെയും അത്ര കണ്ട് ആപ്പിളിനെ പോലെ മികച്ചതല്ലാതാക്കുന്നത്. 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. ആദ്യത്തെ കാര്യം, നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ ഏത് വിലയ്ക്ക് വേണമെങ്കിലും കിട്ടുമല്ലേ. പക്ഷെ ഐഫോണിന്റെ വില എത്രയാ? 80,000, 90,000, ടോപ്പ് മോഡൽ 1,60,000 രൂപ മിനിമം കൊടുക്കണം ആ ഫോൺ കിട്ടണമെങ്കിൽ. ആ ഒരു വിലയ്ക്ക് ആ ഫോണിൽ ആ പെർഫോമൻസ് ഉണ്ട്, അത് ഭയങ്കര സംഭവമാണെന്ന് പറയേണ്ട ആവശ്യം എന്താ? അതങ്ങനെ ആയിരിക്കണം, അത്രയും പൈസ കൊടുക്കുന്നുണ്ടല്ലോ. സോ വില അത്രയും ഉള്ളത് കൊണ്ടാണ് അതിന് അത്രയും അധികം ഒരു ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആപ്പിളിന് സാധിച്ചിരിക്കുന്നത്. എന്നാൽ ആൻഡ്രോയിഡ് ഫോണിൽ എല്ലാ പ്രൈസ് റേഞ്ചിലും ഫോണുകളുണ്ട്. ആ ഫോണുകളിൽ അതിൻ്റെതായ പോരായ്മകളും തീർച്ചയായിട്ടും കാണും, കാരണം അതിന് പ്രൈസ് കുറവല്ലേ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐഫോണിൽ എപ്പോഴും വെക്കുന്നത് ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറുകളാണ്. അതായത് A16, A17 എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ 15 എടുത്താലും 15+ എടുത്താലും പ്രോ എടുത്താലും പ്രോ മാക്സ് എടുത്താലും അതിലൊക്കെ ഫ്ലാഗ്ഷിപ്പ് ടോപ്പ് എൻഡ് പ്രോസറാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ആൻഡ്രോയിഡ് ഫോണിലോ എല്ലാത്തിലും 8 Gen 3 അല്ലെങ്കിൽ 8 Gen 2 ആണ് വെക്കുന്നത്. ഒന്നുമല്ല, ഓരോ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് പല പവർ കുറഞ്ഞ പ്രോസറുകൾ, മീഡിയ ടെക്കിന്റെ അത് ഇത് സ്നാപ്ഡ്രാഗൺ 778, 7 Gen 1 അല്ലെങ്കിൽ 660, അങ്ങനെ പല വില കുറഞ്ഞ് വരുമ്പോൾ അതനുസരിച്ച് പവർ കുറയുന്നുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന റാം LPDDR4X ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞത് ഉപയോഗിക്കാം 5, അങ്ങനെ പല കുറഞ്ഞതും കൂടിയതുമായ പല റേഞ്ചിൽ പല രീതിയിലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആക്സസറീസ് ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ പെർഫോമൻസ് കുറവും ഇഷ്യൂസും ഒക്കെ ഈ കുറഞ്ഞ വിലയിൽ വരുന്ന ആൻഡ്രോയിഡ് ഫോണുകളിൽ കാണും. എന്നാൽ ഐഫോണിൽ എല്ലാം ടോപ്പ് എൻഡ് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അത് ടോപ്പ് ലെവൽ പെർഫോമൻസ് തരുന്നത്. അതായത് ഐഫോണിൽ ടോപ്പ് എൻഡ് കോമ്പോണൻസ് മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഐഫോണിന്റെ ആ ഒരു പെർഫോമൻസ് മികവിന്റെ രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത്തെ പോയിന്റ്, അവർക്ക് വെറും 4 മോഡൽ ഇപ്പോഴുള്ളൂ മാർക്കറ്റിൽ ഫോണിന്റെ കാര്യത്തിൽ. അതായത് 15, 15+, 15 Pro, 15 Pro Max 4 ഫോണിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അത് മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് ഏറ്റവും നന്നാക്കാൻ പറ്റും. എന്നാൽ സാംസങ് ആണെങ്കിലും മറ്റ് ബ്രാൻഡുകളാണെങ്കിലും അവർക്ക് 1 ലക്ഷം രൂപയ്ക്ക് ഒരു മോഡൽ ഉണ്ടെങ്കിൽ 60,000 ഒരു മോഡൽ ഉണ്ടാവും, അതിന് താഴെ 30, 20, 10 എല്ലാ റേഞ്ചിലും മോഡലുകളാണ്. ഇതെല്ലാം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു 4 മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു മികവ് തീർച്ചയായിട്ടും ബാക്കിയുള്ള ബ്രാൻഡുകൾക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പുകൾ. തേർഡ് പാർട്ടി ആപ്പുകൾ എന്ത് വേണമെങ്കിലും ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാം. ആ രീതിയിലാണ് ഈ ആൻഡ്രോയിഡ് ഫോൺ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെ പല ആപ്പുകൾ, അതും റിയൽ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലാത്ത ആപ്പുകളും കൂടി വന്നു കഴിയുമ്പോൾ ഇതൊക്കെ എങ്ങനെ പെർഫോം ചെയ്യും, ഈ ആപ്പൊക്കെ ഏത് രീതിയിലുള്ളതാണ്, അത് എങ്ങനെ ഫോണിനെ അഫക്റ്റ് ചെയ്യുമെന്നൊന്നും നമുക്കറിയില്ല. ഈ പ്രശ്നങ്ങളെല്ലാം ആൻഡ്രോയിഡിനെ ബാധിക്കും. പക്ഷേ ഐഫോൺ ഇതൊന്നും ബാധിക്കില്ല, കാരണം അവർക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അവർ അനുവദിക്കുന്നില്ല. ഭാവിയിൽ വരുന്നുണ്ട്, വന്നു കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നുള്ളത് നമുക്ക് കാണാം. അതിനും അവർ പരിഹാരം കണ്ടുപിടിക്കുമായിരിക്കും. എങ്കിലും ഇതുവരെ ആൻഡ്രോയിഡിൽ ഇതൊരു വലിയ പ്രശ്നമാണ്, പക്ഷെ ഇതൊരു സൗകര്യവുമാണ്. സോ ഇതാണ് നാലാമത്തെ പോയിന്റ്. തേർഡ് പാർട്ടി ആപ്സ് ഒന്നും ആപ്പിളിൽ പറ്റത്തില്ല, അതിന്റെ ഇഷ്യൂസും അവർക്ക് ഇല്ല. ഇനി അഞ്ചാമത്തെ ബിഗ്ഗസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത്, ആപ്പിളിനെ സംബന്ധിച്ച് ഉള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അവരുടെ ഫോണുകൾക്കുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും അവരുടെ കയ്യിൽ തന്നെയാണ്. അവരുടെ തന്നെ പ്രോസസർ എടുക്കുന്നു, അവരുടെ തന്നെ സോഫ്റ്റ്വെയർ എടുക്കുന്നു, കറക്റ്റായിട്ട് കൊണ്ടൊന്ന് സിങ്ക് ചെയ്ത് വെക്കുന്നു, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മുടെ ആൻഡ്രോയിഡ് സാംസങ് ഉണ്ടാക്കുകയാണെങ്കിൽ ഗൂഗിളിൽ നിന്ന് പോയിട്ട് ആൻഡ്രോയിഡ് എടുക്കും. പ്രോസസർ എക്സിനോസ് വെക്കണോ വേണ്ടയോ? സ്നാപ്ഡ്രാഗൺ വെക്കാം, കുറച്ച് മോഡലിൽ എക്സിനോസ് വെക്കാം. ഇതേപോലെ തന്നെയാണ് ഓരോ മോഡലുകളെ സംബന്ധിച്ചും, അതായത് ഓരോ ബ്രാൻഡിനെ സംബന്ധിച്ചും. ഓപ്പോ ആണെങ്കിലും ആൻഡ്രോയിഡ് എടുക്കുന്നു, അവിടെ നിന്ന് പ്രോസസർ വേറെ എടുക്കും, ചിലപ്പോൾ മീഡിയാടെക് എടുക്കും, ചിലപ്പോൾ സ്നാപ്ഡ്രാഗൺ എടുക്കും, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറ സോണി എടുക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ എടുക്കാം. ഇങ്ങനെ പലയിടത്തും പലതും കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്ത് കുഴച്ച് പരുവാക്കി കൈ തരുമ്പോഴേക്കും അതൊരു വിധമായിട്ടുണ്ടാവും. എന്നിട്ട് പോലും, ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് ഫോണുകൾ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ശരിയാണ്, ഐഫോണിൻ്റെ അത്രയും സ്മൂത്ത്നെസ് ഇല്ല, പക്ഷേ ഇത്രയും കടമ്പകൾ കടന്ന് ഇത്രയും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ഇത്രയും നന്നായിട്ട് ആൻഡ്രോയിഡ് ഫോണുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺസ് അല്ലേ ശരിക്കും ഹീറോസ്. സോ ഇത് അഞ്ചാമത്തെ അവരുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അവരുടെ തന്നെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും മനോഹരമായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. സോ മൊത്തത്തിൽ ഈ ഒരു 5 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകൾ പലപ്പോഴും മികച്ച പെർഫോമൻസ് തരാത്തതും, അല്ലെങ്കിൽ പലപ്പോഴും പല ലാഗുകളും പല ഇഷ്യൂസും ബഗ്സും ഒക്കെ നമുക്ക് കാണുന്നതിൻ്റെ കാരണങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ്. എന്താ ശരിയല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ. ടോപ്പ് പ്രൈസിൽ നമ്മുടെ ഈ ഐഫോണൊക്കെ ഇറങ്ങുന്ന പോലെ ടോപ്പ് പ്രൈസിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും ആൻഡ്രോയിഡ് യൂസ് ചെയ്യുക, ഐഫോൺ അല്ല. കാരണം ഐഫോൺ 15 Pro Max വേണോ, S23 Ultra വേണോ? ഒരു വർഷം മുമ്പ് ഇറങ്ങിയ S23 Ultra വേണമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ 70% ആൾക്കാർ, നമുക്കിവിടെ കാണാം, 70% ആൾക്കാരും S23 Ultra യൂസ് ചെയ്തത്. സോ നമ്മളെ ആൻഡ്രോയിഡ് ഫോണുകളെ സംബന്ധിച്ച് പല പ്രൈസിൽ വരണം എന്നുള്ള ഒരു അവസ്ഥ കാരണമാണ് അതിൽ പലപ്പോഴും ഈ ഇഷ്യൂസ് കാണുന്നത്. അതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. എന്താണ് നിങ്ങളുടെ തോട്ട്സ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം.
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ഷെയർ എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.